ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. വേറൊന്നുമല്ല, ഇന്നൊരു വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാനാണ്. അതിലേക്ക് ഞാൻ കുറച്ച് പച്ചക്കറി ഞാനൊന്ന് പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ബീൻസ്, കുറച്ച് ഗ്രീൻ പീസ്, കുറച്ച് ഉരുളക്കിഴങ്ങ്, അങ്ങനെ കുറച്ച് പച്ചക്കറിയായിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് മുഴുവൻ ജീരകം, പിന്നെ കുറച്ച് കോക്കനട്ട് മിൽക്ക്, തേങ്ങാപ്പാൽ. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് കുക്കിങ്ങിലോട്ട് പോവാം. നമുക്ക് നേരെ ഫ്രൈ പാൻ വയ്ക്കുക, കുറച്ച് ഓയിൽ ഒഴിക്കുക. അതിലോട്ട് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുക, കുറച്ച് വെളുത്തുള്ളി, ഇനി അതിലോട്ട് കുറച്ച് നമ്മൾ അരി വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക. നല്ല ബ്രൗൺ കളറിൽ ഒന്നും മുരിയട്ടെ. ശകലം ഉപ്പിട്ടിടുക. നമുക്കിതാ ഉള്ളിതാ ബ്രൗൺ കളറായിട്ടാ. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് പപ്പറിക്കപ്പൊടിയാണ് കേട്ടോ. ഒരു അര സ്പൂൺ കണക്കായി. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മിക്സാക്കിയിട്ട് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കാം. അപ്പോൾ അതൊന്ന് ക്ലിക്കായതിന് ശേഷം നമ്മളിതാ പുഴുങ്ങി വെച്ചിട്ടുള്ള പച്ചക്കറി അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഓൾറെഡി ഇത്തിരി വെന്തിട്ടുണ്ട്, അതിനോട് മിക്സ് ആക്കുക. ഈ വെജിറ്റബിൾ കുറുമ കേട്ടോ, അറബി കഴിക്കാനാണ്. നമ്മുടെ മുതലാളിക്ക് സ്പെഷ്യലാണ്. അപ്പോൾ ഇനി കുറച്ച് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ, പാകത്തിന് ഉപ്പ്. കട്ടി കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ശകല ചൂടുവെള്ളം ഒഴിച്ചു ഒന്ന് ക്ലിക്കാക്കി വെക്കുക. ഒരു 5 മിനിറ്റിൽ കിടന്ന് ക്ലിക്കാവും. മസാലയും പച്ചക്കറിയും എല്ലാം ക്ലിക്കാവും. ഇവിടെ വെജിറ്റബിൾ കുറുമ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് പാത്രത്തിലോട്ടാക്കട്ടെ. ഓക്കെ.